നമ്മുടെ രണ്ട് ഗിവ് അവേ വിന്നേഴ്സ്. രാമൂട്ടൻ ഫാൻസ് കമോൺ, രാമൂട്ടനോട് ക്രഷ് അടിച്ചു എന്റെ മോനെ. എന്റെ ചാനൽ 10 ദിവസത്തിനുള്ളിൽ 1 million ആക്കി തന്നെ. അയ്യോ വണ്ടിയിലെ അക്സസറീസ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ലാന്ന് എനിക്കറിയോ. ഇതിനകത്ത് സാധനങ്ങളൊക്കെ വണ്ടി മാത്രം മേടിച്ചു തന്നാ പോരാ. ഈ വണ്ടിയിൽ ഞാൻ ഓരോന്ന് വെച്ചുതരാ. വഴി പണ്ട് ഞാൻ പോകുമ്പോ പറഞ്ഞായിരുന്നു നല്ല രസമാണ്, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണ്ടേന്ന്. അത് പറയുമ്പോ കൊറേ തള്ളുവല്ലോ അങ്ങോട്ട്. അപ്പൊ അതിനവൻ അനുഭവിക്കണം. സത്യം പറഞ്ഞു തള്ളിക്കൂടാ. ഞാൻ ഇങ്ങനെ കാടൊക്കെ ആസ്വദിച്ചോണ്ട് പോകുമ്പോണ്ട് ഞാൻ ബാക്കിൽ നിന്ന് റീല് കേൾക്കുന്ന സൗണ്ടാ കേൾക്കുന്നേ. പറഞ്ഞോ എന്താ എന്തിനാ വ്ളോഗ് ചെയ്ത് പറ ആദ്യം. എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് 2 വർത്താനം പറയാം. ഇൻട്രോ അല്ല എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങള്. ഇൻട്രോ ഒന്നും ഇല്ലേ പറയാൻ? ഇൻട്രോ ഒന്നും അതിപ്പോ അവർക്ക് അറിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൃന്ദാർജുൻ. അപ്പൊ നമ്മുടെ ചാനൽ ഇപ്പോ 900K സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പിന്നെ രാമൂട്ടന്റെ ഒരു എന്താണ് ഇൻഫ്ലുവൻസും കാരണം നമുക്ക് ഇത്രയും വേഗം തന്നെ 900Kയിലേക്ക്, വേഗമൊന്നുമല്ല കുറെ നാളെ ആവണത്ര. പക്ഷെ ഞാൻ പറയട്ടെ, ഈ വീഡിയോ ഇറങ്ങുമ്പോഴത്തേക്കും ചിലപ്പോൾ 1 million ആയിട്ടുണ്ടാവും. അത്രയും പയ്യൊക്കെ ആയിരിക്കും ഈ വീഡിയോ ഇറങ്ങാൻ പോണത്. പക്ഷെ ഗായ്സ് 900 എത്താൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടാണ് പറയാതിരിക്കാൻ പറ്റുക. താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പൊ എനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം എനിക്ക് നല്ല ദേഷ്യമുണ്ട് നിങ്ങളുടെ അടുത്ത്. എന്ത് കമന്റ് വന്നാലും രാമൂട്ടൻ ഫാൻസ് എന്തത് ചാനലിന്റെ അല്ലേ ഇത് വൃന്ദാർജുൻ എന്നാണ് എഴുതിയേക്കുന്നത്, അല്ലാതെ രാമൂട്ടൻ എന്നല്ല എഴുതിയേക്കുന്നത്. രാമൂട്ടൻ ഫാൻസ് കമോൺ, രാമൂട്ടനോട് ക്രഷ് അടിച്ചു എന്റെ മോനെ. അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഫാത്തിമ ഫാത്തിമേനെ കൈ കിട്ടിയ ഒരു കുഴപ്പമില്ല. കൊണ്ടേക്കോ ഇതൊക്കെ പറയേ. ആ ഫാത്തിമ, നീ എന്നാ കമന്റ് ഇട്ട ദിവസം വിഷയായിരുന്നു വീട്ടിൽ. എന്നിട്ടല്ലേ രാമൂട്ടനോട് ക്രഷ് ഉള്ളവര് ഈ കമന്റിൽ ലൈക്ക് ചെയ്യാൻ നോക്കുമ്പോ അതിന് 10 ഇവനെയാ എന്ത് കണ്ടിട്ട് ആരാ പറയുന്നത്? നീ ലവ് സ്റ്റോറി ഇറക്കി. ഇതൊന്നും പറഞ്ഞിരിക്കാൻ ഇവിടെ ആരും ഉണ്ടല്ലോ. എന്റെ ക്യാമറ വെച്ചിരിക്കടാ. രാമൂട്ടനോട് ക്രഷ് ഉള്ളവരടാ, ക്രഷ് ഉള്ളവര് കൊന്നുകളഞ്ഞ ഒറിജിനൽ സ്വഭാവം പുറത്തു വരട്ടെ. ഒരു കുഴപ്പമില്ല, നടന്ന് സന്തോഷം മാത്രമേ ഉള്ളൂ. ക്രഷ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. ഇപ്പൊ പറയണം. ഇപ്പൊ പറയണം. ഞാനൊരു ഗിവ് അവേ വെക്കാൻ പോലെയാണ്. രാമൂട്ടൻ ഗിവ് അവേ. എന്റെ ചാനൽ 10 ദിവസത്തിനുള്ളിൽ 1 million ആക്കി തന്നെ. രാമൂട്ടൻ എന്നെ വിറ്റ് നീക്ക. അല്ലല്ല മറ്റേ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ വെൽക്കം ചെയ്യുന്നതിന്. അതായത് കുറച്ച് പേരുടെ കമന്റ് കണ്ടു, നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രല്ല അപ്പൊ ഒരുപാട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രല്ല സമയം പോകുന്നുണ്ട്. അപ്പൊ നമ്മള് നിങ്ങളുടെ പാർട്ട് ഓഫ് എന്റർടൈൻമെന്റിന്റെ ഒരു ഭാഗമാകും എന്ന് അറിയണതിന് ഒരുപാട് സന്തോഷമുണ്ട്. കഴിഞ്ഞു. തള്ളിയതൊന്നുമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് നെഞ്ചിന്റെ അകത്തുനിന്നാണ് നിങ്ങളുടെ അടുത്ത് സപ്പോർട്ട് താങ്ക്സ് പറഞ്ഞത്. ഇതുപോലെ തന്നെയും പറഞ്ഞു പറ്റിച്ചേ, നിങ്ങളെയും പറഞ്ഞു പറ്റിക്കും. ഇല്ല ഇതൊക്കെ, പക്ഷെ ഇത് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ലേശം പോലും കള്ളയില്ല. ഒരാഴ്ച ഇരുന്ന് മറ്റേ പഴയ ചിത്രഭൂമി ബുക്കെല്ലാം വായിച്ച് പഴയ കോമഡി ഒക്കെ പഠിച്ചിട്ടാ വന്നിരിക്കുന്നത്. കൗണ്ടർ തിരിച്ചടിക്കാൻ വേണ്ടി, കൗണ്ടർ അടിക്കാൻ വേണ്ടി ട്യൂഷന് പോകുന്നുണ്ട് ഇവള്. ആരെങ്കിലും അറിഞ്ഞില്ല? ഇവന്റെ ഒരു ബുക്ക് ഉണ്ട് 101 ബുക്കുകൾ എന്ന് പറഞ്ഞിട്ട്, അത് പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഇപ്പൊ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. വീടിന്റെ മുറ്റത്തിറങ്ങി സ്റ്റേഡിയത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇന്ന് എനിക്കൊന്ന് റീല് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ റീല് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ റീലിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാവേ. എന്തോ കോമഡി ഒരു സാധനമാണ്, ഞാൻ ആഡ് ചെയ്യാം. എന്റെ ഇൻസ്റ്റയില് സ്റ്റോറി കാണുന്നവരെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. ചിരിച്ചു മണ്ണ് വീടുന്ന അവസ്ഥ ഉണ്ടാലോ.
അങ്ങാടൊരു ചേട്ടൻ കണ്ട അവരെല്ലാം കാലായിട്ടിരുന്ന് നോക്കി ഈ കുട്ടിക്ക് എന്താ ഭ്രാന്തായോന്ന് വെച്ചിട്ട്. നമുക്ക് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പാട്ടിന്റെ പ്രൊമോഷൻ ആണ്. അപ്പൊ പിന്നെ എന്തായാലും നമ്മള് പുറത്തു പോയി ഡാൻസ് കളിക്കണല്ലോ. അങ്ങനെ ഞാൻ പുറത്തു പോയി ഡാൻസ് കളിച്ചു. എന്താ പ്രശ്നവും? ഒരു പ്രശ്നമില്ല, നാട്ടുകാർക്കായിരുന്നല്ലോ പ്രശ്നം. ആ ഗൈസ്, ഞാൻ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളിൽ പോയി ഡാൻസ്. കലൂര് മൊത്തം ബ്ലോക്ക് ആക്കി. ഇവനാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നത്. പക്ഷേ എന്താണ് മീഡിയന്റെ നടുക്കേറി നിന്ന് കളിച്ചു, അതായി പൊള്ളിക്കും എന്ന് പറഞ്ഞു. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി എന്റെ ഭർത്താവിന്റെ അതേ വാക്കുകൾ കേട്ടു ഞാൻ പോയിട്ട് കളിച്ചു. അങ്ങനെ അവിടെ മൊത്തം ബ്ലോക്ക് ആക്കി, പ്രശ്നമാക്കി, പോലീസ് പറഞ്ഞയച്ച് പട്ടാളം വരെ വന്ന് ഇവിടെ വെടിവെച്ച്. പിന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ആൾക്കാരൊക്കെ നോക്കിയിരുന്നു ഇതാരാണ്. നാണമില്ലാത്ത രീതിയിലായിരുന്നു ഗൈസ്. എനിക്കത് നാണമില്ല, അത് ഞാൻ എവിടെ വേണമെങ്കിലും സമ്മതിച്ചാലോ, ഞാൻ എവിടെ വേണമെങ്കിലും ഡാൻസ് കളിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ കാണിക്കരുത്, മടിക്കരുത്. അത് നമ്മൾ ഏത് നടറോട്ടിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. മറ്റേ മ്യൂസിക് തായ ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തേക്ക്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ കാണിക്കരുത്, മടിക്കരുത്. അത് നമ്മൾ ഏത് നടറോട്ടിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും നമ്മൾ മോട്ടിവേഷനും കൊണ്ട് ഇറങ്ങിയിരിക്കാം. അപ്പൊ നമ്മൾ ആക്ച്വലി വീഡിയോ എടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല അത് പറയണ്ടേ. പിന്നെ എങ്ങനെ പറയണ്ട എങ്ങനെയാ അറിയോ? ബൈക്ക് റൈഡ് നമ്മുടെ പുലിക്കുട്ടൻ നമ്മുടെ വണ്ടിയിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു ലോങ് ബൈക്ക് റൈഡ് പോയതാണ്. ബാംഗ്ലൂരാണ്. പോകുന്നതിന് മുന്നേ ഭയങ്കര കത്തിക്കലായിരുന്നു സംഭവമായിട്ട്. ഞാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് ബാംഗ്ലൂര് പറ്റില്ല, നമുക്ക് നേരെ കസോളില് ബൈക്ക് ട്രിപ്പ് എടുത്ത് പോണം, അതാണ് എന്നെല്ലാം പറഞ്ഞ് ഫുൾ ഡയലോഗായിരുന്നു. രാവിലെ ബൈക്ക് എടുത്ത് അന്ന് മുതൽ തുടങ്ങിയ ഡയലോഗാണ്. ഇതാ കസോളിലേക്ക് നമ്മള് നേരെ നമുക്ക് ചെറിയ ട്രിപ്പ് ആദ്യം, നമുക്ക് ചെറുതൊന്ന് പോയിട്ട് നമുക്ക് കുറെ ആയില്ലേ പോണെ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ പോയതല്ലേ ഉള്ളൂ ബൈക്ക് ട്രിപ്പ്, അത്രയും. നീ ഒന്ന് വന്ന് നോക്ക്, നിനക്ക് കംഫർട്ടബിൾ ആണോ? കസോള് രാവിലെ ഉറക്കത്തിന്ന് പറയാം, കസോള് എന്നാ പറഞ്ഞു കൊടുക്ക ട്രിപ്പ് അടിക്കുമ്പോ. ആയാളെ ഞാൻ പറഞ്ഞ ഒരു അത്യാവശ്യമായിട്ട് വന്നപ്പോ നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് വരാന്ന് പറഞ്ഞ് നമ്മള് ബാംഗ്ലൂർക്ക് ഇറങ്ങി. അപ്പൊ ഈ ബാംഗ്ലൂർ പോണ ട്രിപ്പ് ആൾക്ക് അറിയാം. പക്ഷെ ഉണ്ടല്ലോ, വണ്ടി ഇങ്ങനെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ എന്തൊക്കെ സാധനങ്ങൾ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പോ വേണം മേടിച്ചില്ലേ, നമ്മള് വെച്ചില്ലേ സാധനം. അത് ഭാഗ്യത്തിന് അത് എപ്പ വെച്ചു പിറ്റേന്ന് രാവിലെ നമ്മൾ ലോങ് ട്രിപ്പ് പോണേ. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഇന്ന് ഈവനിങ് ഒരു 6 മണി, അയ്യോ വണ്ടിയിൽ അക്സസറീസ് ഒന്നും ലോഡ് ചെയ്തിട്ടില്ല എന്ന്. എനിക്കറിയാം ഇതിനകത്തൊക്കെ സാധനങ്ങളൊക്കെ വണ്ടി മാത്രം മേടിച്ചെന്നാ പോരാ, ഈ വണ്ടിയിൽ ഞാൻ ഓരോന്ന് വെച്ചുതരാം. എന്നിട്ട് ആനനെ മാത്രം മേടിച്ചു തരാം, തോട്ടി പിന്നെ ആരും മേടിച്ചു തരും. അതെവിടെന്നെങ്കിലും നീ പറിച്ചെടുക്ക്. അപ്പൊ അങ്ങനെ നമ്മള് പെട്ടെന്ന് നമുക്ക് വേറെ ടൈമൊന്നും ഇല്ല. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നാളെ വെളുപ്പിനെ പോകണം ബാംഗ്ലൂര്. അപ്പൊ പെട്ടെന്ന് ഈ സമയത്തിനുള്ളിൽ അത് വേറെ വിഷയം പറയണ്ട. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമുക്ക് പിറ്റേന്ന് നാളെ നേരത്തെ പോകണം. അപ്പൊ പിറ്റേന്ന് രാവിലെ 6 മണിക്ക് രാവിലെ വെളുപ്പിന് നമുക്ക് ഇറങ്ങണം. എന്നിട്ട് വൈകിട്ട് 6 മണിക്കാണ് പുള്ളി അക്സസറീസിന്റെ കാര്യം പറയുന്നത്. എന്നിട്ടോ ആക്സസറീസ് അത് കോമഡി ആയിരുന്നേ. ഞാൻ കൊച്ചിയില് കൊറേ ഷോപ്പിൽ വിളിച്ചു, പയ്യന്നൂരാണെങ്കിൽ ടപ്പേ പറഞ്ഞ പരിപാടി നടന്നേനെ. ഈ തള്ളു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വരെ അറിയാം. ഒന്നല്ല പയ്യന്നൂർ എന്താ ഇല്ലാത്ത. പക്ഷെ ആ ടീം നൈസായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് നമ്മളെ ഒരു ഫ്രണ്ട് ഒരുത്തനുണ്ട് അർക്കെന്ന് പറഞ്ഞിട്ട്, കുറച്ച് പേർക്കായിട്ട് അറിയോ, ചാൻസ് ഇല്ല അല്ലേ. എന്നെ അറിയുന്ന, എന്നെ കുറച്ച് ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, യുനോ എല്ലാ ആൾക്കാർ എന്റെ ഇൻസ്റ്റാളൊക്കെ അവർക്ക് ക്രഷുകൾക്കുള്ള ഒരു സമ്മാനമാണ് ഇവന്റെ ഈ തള്ളു. കേട്ടോ ഇപ്പൊ നമ്മള് പറയുന്ന തള്ളു, നീ പറയുന്ന എല്ലാം വലിയ കാര്യം. ഞാൻ സത്യം മാത്രം കള്ളം പോലും പറയുന്നത് പറഞ്ഞു കേട്ടോ. നമുക്ക് വിഷയത്തിൽ അങ്ങനെ എന്നിട്ട് അർക്കനാണ് എനിക്ക് ഈ ഒരു കൊച്ചിയിലൊരു മോട്ടോ ഹോക്ക് എന്ന് പറഞ്ഞ ടീമിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ മച്ചാമാരെ വിളിച്ചിട്ട് മച്ചാമാര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ രാവിലെ പോണം എന്ന് പറഞ്ഞു. എന്നാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വരായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അവര് സാധനം ഫുള്ള് നൈസായിട്ട് സാധനം എല്ലാം കേട്ടിരുന്നു. വീഡിയോ എടുത്തായിരുന്നില്ല അല്ലേ? അല്ലേ? വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഒരു പാടോ കാര്യങ്ങളോ വേറെ ഫുൾ ഇമ്പാക്ട് നമ്മുടെ ക്രാഷുകൾ നടത്തുന്നത് ഈ സ്ലൈഡറിലല്ലാണ്ട് പിന്നെ എനിക്ക് അടിക്കും. കാരണം
ഫുള്ള് ഈ എഞ്ചിൻ ഫുള്ള് കവർ ചെയ്താണ് നമ്മുടെ ക്രാഷ് ബാങ്ക്. അതായത് 5 ക്ലാമ്പ്സ് വരുന്നുണ്ട്. 5 സ്ഥലത്ത് ഫുള്ള് കവർ ചെയ്യും. അപ്പൊ അതുകൊണ്ടിപ്പോ ആദ്യം മറിയുമ്പോ തന്നെ നമ്മുടെ ഈ ഭാഗം എനിക്ക് ആദ്യം ഇരിക്കണേ. അപ്പൊ ഇവിടെ കവറിങ് ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് അതുകൊണ്ട് ഇപ്പൊ മറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്രാഷ് ബാൻഡ് മറിച്ചിട്ട് ഇപ്പൊ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹാൻഡിൽ ഫുള്ളി ഫ്രീ ആണ്. ഹാൻഡിൽ നിലത്തോട്ടില്ല, ഹാൻഡിലോ ഈ മിററോ ഒന്നും നിലത്തോട്ടില്ല, ഒരു പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ നമ്മുടെ ബാഷ് പ്ലേറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാഷ് പ്ലേറ്റ് നമ്മൾ എന്താ പറയാ ഒരു കല്ലിലേക്ക് പിടിച്ച് വീഴുക. 2 വീലും എയർലായിരുന്നു. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ 2 വീലും എയർലായിരുന്നു. എന്നിട്ടും ബാഷ് പ്ലേറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോക്കിയാൽ കാണാൻ പറ്റും, അടിയിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്ക്രാച്ച്. ആ 3mm തിക്നെസ്സിന്റെ അത് ഫുള്ളി ബാഷ് പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോ ആദ്യം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞപ്പോ മറിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോ നമുക്ക് ടെൻഷനായിരുന്നു. കാരണം എവിടെയൊക്കെ ഇത് വീണിട്ട് എവിടെയൊക്കെ എന്തൊക്കെ നിന്ന് ടെൻഷനായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല. ഒരു 1.5 hours ഒരു അല്ല അത്ര തന്നെ എടുത്തോളൂ, അത്ര തന്നെ എടുത്തോളൂ. അത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മള് ബാക്കിയുള്ള അവിടെ അത് മാത്രല്ലേ ഈ അക്സസറീസ് മാത്രല്ല ഉള്ളത്, അത് മാത്രല്ല പിന്നെ നമ്മുടെ ഈ ഉടുപ്പൊക്കെ ഇല്ലേ, എനിക്കറിയാം റൈഡിങ് ഗിയേഴ്സ് അല്ലേ, ഉടുപ്പ് പോലെ ഞാൻ ഇവളെല്ലാം കൂട്ടില്ല ലോങ് ട്രിപ്പ് പോലെ ആ റൈഡ് ചെയ്യുന്ന ഉടുപ്പ് ഉടുപ്പ് പറഞ്ഞ ഡ്രസ് വണ്ടി ഇറങ്ങടി. സ്കാലയുടെ അക്കീറ നമ്മൾ ലേഡീസിന് വേണ്ടിയിട്ട് അവർ ഇത് ചെയ്യണം ജാക്കറ്റാണ് അക്കീറ. ഇതിൻ്റെ ലെവൽ 2 പാഡിങ്സ് ആണ് വരുന്നത്. എൽബോ ഉണ്ടാവും, നീ ഉണ്ടാവും, പിന്നെ ബാക്ക്, ഇത്രയും പാഡിങ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ തെർമൽസും ഉണ്ടാവും, റെയിനറും ഉണ്ടാവും. അപ്പൊ നമ്മള് റൈഡ് ചെയ്യുന്ന ഉടുപ്പൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അത് മാത്രല്ല ഡിഫറെന്റ് ഹെൽമെറ്റ്സ്, അടിപൊളി കലക്കൽ ഹെൽമെറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത്രയും ടൈമിനുള്ളിൽ അവര് പെട്ടെന്ന് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിയിൽ അതിലും പല സാധനങ്ങളും ഭയങ്കര യൂസ്ഫുൾ ആയ കുറെ. അതില് വിമൽ എനിക്ക് ഞാൻ കോണ്ടാക്ട് ആയിട്ട് ഷെയർ ചെയ്യാം. ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ. ഇത് മാത്രമേ ഉള്ളൂ, ഹിമാലയൻ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ? അല്ല എല്ലാം ചെയ്യുന്നു. ചോദിച്ചപ്പേ അവന്മാർ കുറെ ഞാൻ ജസ്റ്റ് പോന്നെന്ന് പറഞ്ഞപ്പം തന്നെ കുറെ കാര്യങ്ങൾ അവരായിട്ട് സജസ്റ്റ് ചെയ്ത് തന്നായിരുന്നു. അതിന്റെ ഫുഡ് പാക്ക് ഇല്ലേ, ആ കാലിനിങ്ങനെ വെക്കുന്ന അതൊരു ലൈഫ് സേവിങ്സ് ആണ് കേട്ടോ ആ സാധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താണ് കാല് ഫുഡ് റെസ്റ്റ് ഇല്ലേ, ഇങ്ങനെ ഒരു വടി മാത്രമല്ല ഉണ്ടാവുള്ളൂ. ആ വടി മാത്രമല്ല അവരിങ്ങനെ കാൽ പാദം വെക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം കൂടെ വെച്ചെന്ന്. അപ്പൊ എന്താ നമ്മള് വടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പൊ അതിങ്ങനെ ഇരിക്കുള്ളൂ കാല് ഇതിങ്ങനെ. അപ്പൊ ഈ സാധനം വെച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ കണ്ടാ കാല് ഇങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലായ? അപ്പൊ നല്ല സുഖമായിരുന്നു. അപ്പൊ ലോങ് റൈഡ് പോയതുകൊണ്ട് എനിക്ക് കാലുവേദന എടുത്തില്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ നല്ല വേദനയായിരുന്നു. ബാക്കി ഞാൻ പറയും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ നമ്മൾ ഇറങ്ങുന്നു പറഞ്ഞു. രാവിലെ ഇറങ്ങുന്നു പറഞ്ഞ ടീം എന്തായിരിക്കും നമ്മൾ പറയണം. നിങ്ങൾക്ക് അറിയില്ലേ എന്തായിരിക്കും? എത്ര മണിക്ക് നമ്മള് വിട്ടു തന്നിട്ട്? എത്ര മണിക്ക് വിട്ടത്? ഞാൻ ആ സമയത്ത് എഴുന്നേറ്റതുകൊണ്ട് ഇവൻ പറഞ്ഞു 5 മണിക്ക് പോകാന്ന്. അപ്പൊ ഞാൻ ഓക്കെ സമ്മതിച്ചു. അല്ല ഞാൻ പറഞ്ഞു 5 മണിക്ക് പോകാമെന്ന്. മാറിപ്പോയി പണ്ടാരം. അപ്പൊ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റപ്പോ ഞാൻ എണീക്കുന്നേ ഇല്ല. 6 മണിയായിട്ട് നമ്മൾ എണീക്കുന്നില്ല, 7 മണിയായിട്ട് എണീക്കുന്നില്ല, 8 മണിക്കും എഴുന്നേക്കുന്നില്ല. അങ്ങനെ പിന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് നമ്മളൊരു 10 മണിയായപ്പോ നമ്മള് വിശ്വസിച്ചു. എല്ലാരും വിശ്വസിച്ചല്ലോ എന്താ സംഭവിച്ചെന്ന്. അപ്പൊ അങ്ങനെ 10 മണിക്ക് ഇട്ടാ ഞാൻ ഇറങ്ങി എണീച്ചിട്ട് നമ്മള് പോയി. അതും പറഞ്ഞ് ഞങ്ങളോട് നിന്നു. പിന്നെ എന്തായാലും ഓൾറെഡി ലേറ്റ് ആയി. നമുക്ക് എന്നാല് സേലം വഴി കുറച്ച് ചൂടുണ്ടാറ് ഇല്ല, നമുക്ക് സത്യമംഗലം വഴി പോണം. സത്യമംഗലം വഴി പണ്ട് ഞാൻ പോകുമ്പോ പറഞ്ഞായിരുന്നു നല്ല രസമാണ്, ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ പോണ്ടേന്ന്. അത് പറയുമ്പോ കൊറേ തള്ളുമല്ലോ അങ്ങോട്ട്. അപ്പൊ അതിനവൻ അനുഭവിക്കണം. സത്യം പറഞ്ഞു മോനെ കാറുണ്ടതാണ് ഇങ്ങനെ വളവ് തിരിവ് ഹെയർ പിന്ന് മൊത്തം കാട്, മുന്നിൽ കൂടെ ആന പോകുന്നു, മയില് പോകുന്നു, എന്താ മുയില് പോകുന്നു, പുലി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളുമ്പോ എന്റെ വിചാരില്ല ഒരു കാട് സെറ്റപ്പ് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ കൂടെ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. കേൾവി മാത്രമേ ഉള്ളൂ. കേട്ടത് സത്യമാണെന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സത്യമംഗലം വഴി പോവാൻ പറഞ്ഞത്. എന്റെ പൊന്നെ സമ്മർ സീസൺ ഞാൻ പറയും നീ മിണ്ടരുത്. കസോള് ട്രിപ്പ് പോണെന്ന് പറഞ്ഞവള് നമ്മള് അത് നല്ല ട്രിപ്പ് ഓടി ആടെ എത്തി. ഞാൻ സത്യമംഗലം എത്തി, കാടിന്റെ ഉള്ളിൽ കൂടെ പോവാ. കാട് കാണണം, എനിക്ക് കാടാന്ന് രാമുട്ടാ കാണണ്ടേ, എന്നാ നിങ്ങൾ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞോള്. കാട്ടിലിപ്പോ നമ്മളാ പോയിക്കൊണ്ടിരിക്കണേ അതിന്റെ ഉള്ളിലേക്കുള്ള. ഞാൻ ഇങ്ങനെ കാടൊക്കെ ആസ്വദിച്ചോണ്ട് പോകുന്നുണ്ട്. ഞാൻ ബാക്കിൽ നിന്ന് റീല് കേൾക്കുന്ന സൗണ്ടാ കേൾക്കുന്നേ. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തെ റീല് കാണാ ബാക്കിൽ ഇരുന്നിട്ട്, ബൈക്കിന്റെ ബാക്കിൽ നിന്ന് റീല് കാണാ. ഇവളെയും കൂട്ടിട്ട ട്രിപ്പ് പോണേ ആലോചിച്ച് നോക്കിയേ. അതൊരു എന്റർടൈൻമെന്റ് പണ്ടാരണല്ലേ. ഒരു കാടങ്ങ തുടങ്ങിയിട്ടില്ലേ,
30 കിലോമീറ്റർ കാട് മാത്രം. 72 കിലോമീറ്റർ കാണാം. 72 കിലോമീറ്റർ. ഒരു 50 കിലോമീറ്റർ വേണ്ട, ഒരു 25 കിലോമീറ്റർ ഒക്കെ കാട് കണ്ടോണ്ടിരിക്കാം. പിന്നെയും പോയി. പക്ഷെ അതിൽ കൂടുതൽ ഒരു കാട് ഒരു മനുഷ്യനെ എങ്ങനെ കണ്ടോണ്ടിരിക്കും? ഇവൻ പറഞ്ഞ പോലെ ഒരു പുലിയുമില്ല, ഒരാനയില്ല, ഒരു കൊരങ്ങം പോലും ഇല്ല വഴിക്ക്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് എനിക്ക് ബോറടിച്ച് ഞാനിരുന്ന് റീല് കണ്ട്. ഞാൻ ചോദിച്ചു കാടുണ്ട്, എന്ത് കാട്, ബോറടിച്ച് റീല് കാണാൻ വീട്ടിലിരുന്ന് കണ്ടാ പോരെ. എന്നാലും നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നിങ്ങൾ കണ്ടു? അത് മറ്റേതും കൂടി പറ. വണ്ടി നിർത്തിയാണ് വണ്ടി നിർത്തിയിട്ട് വണ്ടി കാട്ടിനാണെന്ന് ഇറങ്ങിട്ട് പറയാ മതി, ഇനി ഞാൻ വല്ല അതിന്റെ ടാക്സി വിളിയാടാ. മറ്റേ പപ്പു പറയുന്ന പോലെ ടാക്സി വിളിയാടാ അത്. അപ്പൊ ഇത് തൃശ്ശൂർ പൂരാ. നീ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത കൊല്ലത്ത് തൃശ്ശൂർ പൂരായിട്ടുണ്ടോ? അപ്പൊ കുഴപ്പമില്ല, മാച്ചാണ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ബാംഗ്ലൂര് പോയ വിശേഷങ്ങൾ. അപ്പൊ ചെറുതേ ഇനി നമ്മള് കസോളില് പോയിട്ട് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം ഗൈസ് നിങ്ങൾക്ക്. നമ്മൾ എന്തായാലും കസോളില് നമ്മുടെ ഹിമാലയത്തിൽ പോകും. എങ്ങനെയുണ്ടത്? ഓട്ടോറിക്ഷന്റെ ബാക്കിൽ എങ്ങനെയാണ് നമ്മള് കൊണ്ടുപോകും നമ്മുടെ വണ്ടി അല്ലെ? അതുപോലെ ഞാൻ ചെയ്ത മേക്കപ്പിന് നല്ല അഭിപ്രായമായിരുന്നു ഗൈസ്. അപ്പൊ എന്താ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഞാൻ ഗിവ് അവേ കൊടുക്കുന്നതാ. കുറച്ചുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത ഇവിടെ സെലക്ട് വേറെ വരാണ്. ഞാൻ സെലക്ട് ചെയ്തത് രാമുട്ട സെലക്ട് ചെയ്തത് ആരെയാന്നറിയോ? സഞ്ജന സന്ദീപ് 1166. ഇതൊക്കെ ഒറിജിനൽ തന്നെ ആണേ? ഇല്ല, കണ്ടിട്ട് സഞ്ജന ഇറ്റ്സ് ഒറിജിനൽ അക്കൗണ്ട്. സഞ്ജനയുടെ കമന്റ് എന്താണെന്നറിയോ? ഇറ്റ്സ് സോ നൈസ് ടു സീ. ഇവൻ എന്താ സെലക്ട് ചെയ്തത് നോക്കട്ടെ. ഇറ്റ്സ് സോ നൈസ് ടു സീ ദ ബോണ്ട് ബിറ്റ്വീൻ യു ബോത്ത്. കളിയും ചിരിയും എവറിത്തിങ്. ലാഫ് ടു മച്ച് വൈൽ വാച്ചിങ് ദിസ് വീഡിയോ. കുറച്ചുകൂടെ ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്തായിരുന്നെങ്കിൽ ചേട്ടൻ സൂപ്പർ മേക്ക് ഓവർ തന്നെ. ആ കുട്ടിക്ക് കറക്റ്റ് മനസ്സിലായി നീ ഹെൽപ്പ് ചെയ്യുന്നില്ല. കഴിവിന് അവള് സഞ്ജു ഞാൻ ചുരുക്കി സ്നേഹത്തിൽ വിളിച്ചാണ്. ചേട്ടനെ പോലെ ഒരു ഹസ്ബൻഡിനെയാണ് വേണ്ടത് ഞങ്ങൾക്കൊക്കെ. മറ്റേ ഐസ്, മറ്റേ ഇതില്ലേ കുട്ടി സത്യ പറഞ്ഞേ, നീല ഐസ്. എന്ത് ചെയ്യാനാ? വിലയില്ലാത്തവർക്ക് കിട്ടിപ്പോയി ഗൈസ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അപ്പൊ വെറുതെ രാമൂട്ടൻ സഞ്ജന സന്ദീപിനെ സെലക്ട് ചെയ്തത്. സഞ്ജന സന്ദീപാണ് നമ്മുടെ ഒരു ഗിവ് അവേ വിന്നർ. സഞ്ജനയുടെ ഗിഫ്റ്റ് വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് സഞ്ജന എന്ത് ചെയ്യണം? വൃന്ദാർജുനിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വൃന്ദാർജുനിലോ അല്ലെങ്കിൽ ലൈഫ് ഓഫ് റാമിലേക്ക് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ് DM ചെയ്യാം കേട്ടോ. അഡ്രസ് DM ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇനി ഞാൻ ചൂസ് ചെയ്ത ഒരു കമന്റ് സ്നേഹ 9548. വിഷമിച്ചിരുന്നപ്പോഴാണ് ചേച്ചീന്റെ വീഡിയോ കണ്ടു തുടങ്ങിയത് തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാ. വിഷമം മാറാൻ ഞാൻ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള ഇല്ല, വിഷമം മറന്നു ഞാൻ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ചുള്ള വീഡിയോ കാണാൻ നല്ല രസമുണ്ട്. രണ്ടുപേരും സെറ്റാ. താങ്ക് യു സോ മച്ച് സ്നേഹ. ഇങ്ങനെ കുറെ മോട്ടിവേഷൻ കാരണം ഇപ്പൊ എന്റെ തല ഒന്നുമില്ല. ബാക്കി മതിയായ സപ്പോർട്ട് ചെയ്ത് കിട്ടണം. അപ്പൊ സ്നേഹ 9548 നമുക്ക് DM ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യാട്ടോ അഡ്രസ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ഗീവ് അവേ വിന്നേഴ്സ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗീവ് അവേ നമുക്ക് നോക്കാം സക്സസ്ഫുൾ ആവുമോന്ന്. അപ്പൊ കമന്റ് സക്സസ്ഫുൾ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ വീഡിയോ കണ്ടിട്ടല്ല അവർക്ക് അറിയാൻ പറ്റുള്ളൂ അവര് വിന്നേഴ്സ് ആയിന്ന്. അല്ല നമുക്ക് അതിന്റെ താഴെ പോയിട്ട് കമന്റ് ഇട്ടാ പോരെ? നമ്മള് പുതിയ ആൾക്കാരാണ്. ഗിവ് അവേ ഒന്നും ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഗിഫ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ. ഇവിടെ വരില്ലേ? പക്ഷെ ഞാൻ അയച്ചിട്ടുണ്ടോ? എന്റെ സഞ്ജനല്ലേ? സഞ്ജുന് എത്തിയിരിക്കും ഗിഫ്റ്റ്. സ്നേഹയ്ക്ക് ഞാൻ തന്നിരിക്കും ഗിഫ്റ്റ്. തള്ളാതെ കിട്ടൂല. പിന്നെ സഞ്ജു കിട്ടിയതാ നമ്മളെ താഴെ കമന്റ് ഇട്ടോ. സഞ്ജുന് മാത്രല്ല സ്നേഹയ്ക്കും കിട്ടുന്നതായിരിക്കും. അപ്പൊ ചായ കുടിക്കാൻ സമയേ. ഇനി ഇവളിൽ തള്ളി മറിച്ച് പണ്ടാറടങ്ങും. ഞാൻ തള്ളി തുടങ്ങിയ രാമുണ്ട് അതിന്റെ ബാക്കിൽ ഇങ്ങനെ വന്നോളൂ. അപ്പൊ പിന്നെ ഗായ്സ് ടാറ്റാ ബൈ. അപ്പൊ ബൈ ഗായ്സ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ലവ് യു.